അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖലീൽ ജിബ്രാൻ അറബിയിൽ എഴുതിയ അൽ അജ്നിയത്തുൽ മുത്തകസ്സിറ എന്ന ഗ്രന്ഥത്തിലെ തൗത്തിയത്ത് എന്ന പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഏതായാലും ഇതിൻ്റെ ഒരു ടോട്ടൽ ആശയം നാം മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. കാരണം പാഠത്തിൽ നിന്ന് ഡയറക്റ്റായി ക്വസ്റ്റ്യൻ വരാറില്ല, ഒരു പാഠത്തിൽ നിന്നും ഡയറക്റ്റായി ക്വസ്റ്റ്യൻ വരാറില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതിൽ ഓരോ പാരഗ്രാഫിൻ്റെയും ആശയം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി നിങ്ങൾക്ക് പാരഗ്രാഫ് വായിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ ആശയം കേട്ടതിന് ശേഷം ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത്, ഈ യൂണിറ്റ് അവസാന ഭാഗത്ത് എല്ലാ വാക്കുകളുടെയും അർത്ഥം കൊടുത്തിട്ടുമുണ്ട്. ഖലീൽ ജിബ്രാൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിലൂടെ വിവരിക്കുന്നത്. സുൽമ കറാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹം പ്രണയത്തിലായിരുന്നു. എന്നാൽ തൻ്റെ പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സുൽമ കറാമയ്ക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഒരുപാട് കാലം കുട്ടികളില്ലാതെ സുൽമ കറാമ ജീവിച്ചെങ്കിലും അവസാനം സുൽമ കറാമ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ കുട്ടിയോടുകൂടെ സുൽമ കറാമയും മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും സുൽമ കറാമയുടെ വിയോഗത്തിലും അവളുടെ ഇല്ലായ്മയിലും വിഷമിച്ചുകൊണ്ട് സുൽമ കറാമയുടെ വിയോഗത്തിൽ വിഷമിച്ചുകൊണ്ട് ഖലീൽ ജിബ്രാൻ തൻ്റെ വിഷമത്തെ പറയുന്ന ഒരു ഭാഗമാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, 18-ാം വയസ്സിലായിരുന്നു ആദ്യമായി സ്നേഹം അതിൻ്റെ മാസ്മരികമായ കിരണങ്ങൾ കൊണ്ട് എൻ്റെ കണ്ണുകളെ തുറന്നത്. എൻ്റെ ശരീരത്തെ അതിൻ്റെ തീയുള്ള വിരലുകൾ കൊണ്ട് അത് സ്പർശിച്ചത്. അവൾ സുൽമ കറാമയായിരുന്നു. ആദ്യമായിട്ട് സ്നേഹം കൊണ്ട്, സൗന്ദര്യം കൊണ്ട് എന്നെ ഉണർത്തിയത് സുൽമ കറാമയായിരുന്നു. ഉയർന്ന വികാരങ്ങളുടെ സ്വർഗത്തിലേക്ക് അവൾ എൻ്റെ കൺമുമ്പിലൂടെ നടന്നുപോയി. അവൾ ഉള്ള ദിവസങ്ങൾ സ്വപ്നങ്ങൾ പോലെ അതിൻ്റെ പകലുകൾ കഴിഞ്ഞുപോയി. രാത്രികളാണെങ്കിലോ അത് കല്യാണങ്ങൾ പോലെ, ആദ്യ രാത്രികൾ പോലെ കടന്നുപോയി. രണ്ടാമത്തെ പാരഗ്രാഫിൽ സുൽമ കറാമ അവളായിരുന്നു ആദ്യമായിട്ട് അവളുടെ സൗന്ദര്യം കൊണ്ട് എങ്ങനെയാണ് സൗന്ദര്യത്തെ ആരാധിക്കേണ്ടത് എന്നെന്നെ പഠിപ്പിച്ചു തന്നത്. അവളായിരുന്നു അവളുടെ വാത്സല്യം കൊണ്ട് സ്നേഹത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളെ എനിക്ക് കാണിച്ചു തന്നത്. അവളായിരുന്നു ധാർമ്മിക ജീവിതത്തിൻ്റെ പദ്യങ്ങളുടെ ആദ്യ വരികൾ എൻ്റെ ചെവിയിൽ എനിക്ക് പാടിത്തന്നത്. അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ, ആ വിയോഗത്തിലുണ്ടാകുന്ന വികാരങ്ങളെ അദ്ദേഹം പുറത്തു കൊണ്ടുവരികയാണ്. ഏതൊരു യുവാവാണ് ആ യുവാവിൻ്റെ ജീവിതത്തിൻ്റെ യുവത്വ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അശ്രദ്ധയിൽ നിന്ന് വാത്സല്യം കൊണ്ടുണർത്തിയ ഒരു സ്ത്രീയെ ഓർമ്മിക്കാതിരിക്കുക? ആ സ്ത്രീ അവളുടെ രുചി കൊണ്ട് അദ്ദേഹത്തെ മുറിവാക്കുകയും അവളുടെ മാധുര്യം കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ആരാണ് ഓർമ്മിക്കാതിരിക്കുക? ആരാണ് മറക്കുക? ഞാനും മറക്കുന്നില്ല. ഞാൻ സുൽമ കറാമയെ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ ആരാണ് ഉണ്ടാവുക ആ വിചിത്രമായിട്ടുള്ള സമയത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഉരുകാത്തവർ? ആരാണുണ്ടാവുക? അവളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി വളരെയധികം വിറക്കുകയും പിടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഴങ്ങൾ വിശാലമാവുകയും ചെയ്യും. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ എല്ലാം ഉയർന്നു പൊന്തും. എന്നാൽ അദ്ദേഹം അതിൽ പുറത്ത് പറയാൻ കഴിയാത്ത മുറാറത്തുൽ കിത്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള സ്നേഹങ്ങൾ, എന്നാൽ അത് പുറത്ത് പറയാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പ്രയാസങ്ങൾ, ആഗ്രഹങ്ങൾ, കണ്ണുനീരുകൾ, അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലായ്മ എല്ലാം അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനെയും പുറത്ത് പറയാൻ കഴിയാതിരിക്കുന്ന പ്രയാസപ്പെട്ട ഒരവസ്ഥ. ലികുല്ലി ഫതൻ, എല്ലാ ആളുകൾക്കും ഇതേപോലൊരു സുൽമ കറാമയുണ്ടാകും. അയാളുടെ ജീവിതത്തിൻ്റെ വസന്തകാലത്തിൽ അയാളുടെ അശ്രദ്ധയെ ഉണർത്തുന്ന, അയാളുടെ അശ്രദ്ധയിൽ നിന്ന് അയാളെ ഉയർത്തുന്ന ഒരു സുൽമ കറാമ എല്ലാ യുവാക്കളുടെ ജീവിതത്തിലും ഉണ്ടാകും. ആ സുൽമ കറാമ അയാളുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയ്ക്ക് ഒരു കാവ്യാത്മകമായ ആശയം നൽകും. അയാളുടെ ജീവിതത്തിൻ്റെ ഏകാന്തത, അയാളുടെ ജീവിതത്തിൻ്റെ ദിവസങ്ങളുടെ ഏകാന്തതകൾക്ക് അവൾ ഒരു കൂട്ട് നൽകും. അയാളുടെ രാത്രിയുടെ ശാന്തതകൾക്ക് അവൾ രാഗം നൽകും. അങ്ങനെയുള്ള സുൽമ കറാമ എല്ലാ ആളുകളുടെ ജീവിതത്തിലും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ, കുൻതു ഹായിറൻ എന്ന് പറയുന്ന അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം ആദം നബി അലൈഹി സ്വലാമിനെയും തന്നെയും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഞാൻ സുൽമ കറാമ എൻ്റെ ചെവികളിൽ അവളുടെ സ്നേഹം പറഞ്ഞ അവസരത്തിൽ ഞാൻ യാത്രകളുടെയും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളുടെയും സൂചനകളും അതുപോലെ തന്നെ പ്രകൃതിയുടെ സ്വാധീനത്തിലും പരിഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവൾ എൻ്റെ മുന്നിൽ ഒരു പ്രകാശിക്കുന്ന തൂൺ പോലെ വന്ന് നിന്നപ്പോൾ, ഞാൻ അവൾ അങ്ങനെ കണ്ടപ്പോൾ, ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി ഇല്ലാതെ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ട് ആരുമില്ലാതെ തനിച്ച
നിൽക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അഥവാ ഞാൻ ജീവിതത്തിൽ തനിച്ചായിരുന്നു. സുൽമ കറാമയാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലേക്ക് ഹവ്വാ ബീവി വന്നതുപോലെ സുൽമ കറാമ എൻ്റെ ജീവിതത്തിലേക്ക് വരികയായിരുന്നു. എൻ്റെ അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിറഞ്ഞ ഹൃദയത്തിന് സുൽമ കറാമ ഹവ്വാ ബീവിയെ ആദം നബി അലൈഹി സ്വലാമിന് ഹവ്വാ ബീവി ആയതുപോലെയായിരുന്നു. അവളാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ എനിക്ക് മനസ്സിലാക്കി തന്നത്. അവളാണ് ജീവിതത്തിലുള്ള പ്രയാസങ്ങളുടെ അഷ്ബാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിഴലുകൾ. ആ നിഴലുകൾക്ക് മുമ്പിൽ ഒരു കണ്ണാടി പോലെ നിൽക്കാൻ എന്നെ പഠിപ്പിച്ചു തന്നത് അവളാണ്. ഹവ്വാ ബീവിയെയും അതേപോലെ തന്നെ സെൽമയും ഒരു താരതമ്യം ചെയ്തുകൊണ്ട് പറയാണ്. ഹവ്വാ ബീവി ആദം നബി അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിൻ്റെ അവളെ വഴങ്ങിക്കൊടുക്കലോടുകൂടിയും ഹവ്വാ ബീവിയുടെ ഉദ്ദേശത്തോടു കൂടിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അഥവാ ഹവ്വാ ബീവി ആ പഴം ഭക്ഷിക്കാൻ കൽപ്പിക്കലോടുകൂടിയാണല്ലോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. എന്നാൽ സെൽമയാണെങ്കിലോ അവളുടെ സൗന്ദര്യം കൊണ്ടും എൻ്റെ തയ്യാറെടുപ്പ് കൊണ്ടും പരിശുദ്ധതയുടെയും സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. അഥവാ ഒരു താരതമ്യം ചെയ്യലാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാമിന് വന്നെത്തിയതെല്ലാം എനിക്കും വന്നെത്തിയിട്ടുണ്ട്. അഥവാ ആദം നബി അലൈഹി സ്വലാമിന് ഒരു സ്ത്രീയുടെ സ്നേഹം വന്നെത്തിയതുപോലെ എനിക്കും സെൽമയുടെ സ്നേഹം വന്നെത്തി. അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയ ഒരു സൈഫിൻ നാരി തീ കൊണ്ടുള്ള വാൾ വന്നതുപോലെ എനിക്കും അങ്ങനെ ഒരു തീ കൊണ്ടുള്ള വാൾ വന്നിട്ടുണ്ട്. എന്നാൽ ആദം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ലംഘിക്കലോടുകൂടെയാണ് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. എന്നാൽ ഞാനാണെങ്കിലോ ഞാൻ ഹൈറിൻ്റെയോ ഷെറിൻ്റെയോ പഴങ്ങൾ ഭക്ഷിക്കുന്നതിന് മുമ്പ്, ഞാൻ വസിയത്തുകളെ ലംഘിക്കുന്നതിന് മുമ്പ് എന്നെ ആ സ്നേഹത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് എന്നെ വിദൂരത്താക്കി കളഞ്ഞു. അഥവാ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ തന്നെ സെൽമ എന്നിൽ നിന്ന് അകലെയാവുകയും അവൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്തു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം സെൽമ മരിക്കുമ്പോൾ സെൽമയുടെ വിയോഗത്തിലുണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം സെൽമയുടെ സ്മരണകളിലായിട്ട് എന്നും ജീവിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. വല്യവും എന്ന് പറയുന്ന ആ പാരഗ്രാഫ്. കാലം അതിൻ്റെ ഇരുൾ പടർന്ന രീതിയിൽ ആ ദിവസങ്ങൾ, സെൽമയുണ്ടായിരുന്ന ദിവസങ്ങളിലുണ്ടായിരുന്ന രൂപങ്ങളെ, ചിത്രങ്ങളെല്ലാം കാലം അതിൻ്റെ കാലുകൾ കൊണ്ട് മായ്ച്ചു കളഞ്ഞു. ആ സ്വപ്നങ്ങളിൽ നിന്ന്, ആ ഭംഗിയുള്ള സ്വപ്നങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ഓർമ്മകളല്ലാതെ എനിക്കൊന്നും ബാക്കിയായിട്ടില്ല. എൻ്റെ തലയ്ക്ക് മുകളിലൂടെ കാണപ്പെടാത്ത ഒരു ചിറക് പോലെ ആ ഓർമ്മകൾ ചിറകടിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ആ ദുഃഖത്തിൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നുണ്ട്. ആ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കണ്ണുനീർത്തുള്ളികൾ എൻ്റെ കൺപോളകളിൽ നിന്ന് ഒറ്റ വീഴുന്നുണ്ട്. സെൽമ അവൾ ആകാശത്തിൻ്റെ മറവിലേക്ക് മറഞ്ഞുപോയി. അവളുടെ ആസാറുകളിൽ നിന്ന്, അവളുടെ ഓർമ്മകളിൽ നിന്ന് എൻ്റെ ഈ വേദനിക്കുന്ന ഹൃദയവും പൈൻമരങ്ങൾക്ക് താഴെയുള്ള അവളുടെ മാർബിൾ കബറുമല്ലാതെ മറ്റൊന്നും കാലം ബാക്കിയാക്കിയിട്ടില്ല. എന്നാൽ അവളുടെ കബറാണെങ്കിലോ ഒന്നും വിളിച്ചു പറയുന്നില്ല. എല്ലാം വിളിച്ചു പറയുന്നത് എൻ്റെ ഹൃദയമാണ്. അവളുടെ കബറും എൻ്റെ ഹൃദയവുമാണ് അവളെക്കുറിച്ച് പറയാൻ ഈ ഭൂലോകത്തായിട്ടെന്ന് ബാക്കിയുള്ളത്. എങ്കിലും അവളുടെ കബർ അത് ശാന്തമായി നിൽക്കുകയാണ്. സംരക്ഷിക്കപ്പെട്ട ആ രഹസ്യങ്ങളെ ആ കബർ ഒന്നും വിളിച്ചു പറയുന്നില്ല. ശവപ്പെട്ടിയുടെ ഇരുട്ടിൽ ദൈവങ്ങൾ മറച്ചുവെച്ച ആ സംരക്ഷിക്കപ്പെട്ട രഹസ്യങ്ങളെ ആ കബറുകൾ വിളിച്ചു പറയുന്നില്ല. അഥവാ സെൽമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശവപ്പെട്ടികളുടെ ഇരുളിൽ മറച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളാണെങ്കിലോ അത് സംസാരിക്കുന്നുണ്ട്. ഈ കറുത്ത മഷിത്തുള്ളികൾക്കിടയിലൂടെ അത് ഒഴുകുന്നുണ്ട്. അത് പ്രകാശത്തിനോട് ആ ദുരിതത്തിൻ്റെ നിഴലുകളെ വിളിച്ചു പറയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം തൻ്റെ ബൈറൂത്തിലുള്ള യുവാക്കളോട് അദ്ദേഹം ഒരു വസിയത്ത് നൽകുകയാണ്. അദ്ദേഹം പറയുന്നു, ഫയാസ്തിഖാവ്, എൻ്റെ ചങ്ങാതിമാരെ, നിങ്ങളെങ്ങാനും സനോബർ കാട്ടിൻ്റെ അടുത്തുള്ള മക്കബറയിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വളരെ നിശബ്ദമായി പ്രവേശിക്കുക. ആ ശ്മശാനത്തിലേക്ക് നിങ്ങൾ വളരെ നിശബ്ദമായി പ്രവേശിക്കുക. നിങ്ങൾ പതിയെ നടക്കുക. നിങ്ങളെ കൊണ്ട് ആ മണ്ണിൻ്റെ താഴെ കിടക്കുന്നവർക്ക്, ഉറങ്ങുന്നവർക്ക് അവർക്കൊരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൽമയുടെ കബറിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അവിടെ വളരെ ഭയത്തോടു കൂടി നിങ്ങൾ നിൽക്കുക. എന്നിട്ട് സെൽമയുടെ ശരീരത്തെ പൊതിഞ്ഞിട്ടുള്ള ആ മണ്ണിനോട് നിങ്ങൾ എൻ്റെ അഭിവാദ്യം അർപ്പിക്കുക. നിങ്ങൾ എൻ്റെ സലാം പറയുക. പിന്നെ നിങ്ങൾ എന്നെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വയം നഫ്സിൽ നിങ്ങൾ പറയുക, ദുഃഖത്തോടു കൂടെ നിങ്ങൾ പറയുക, ഇവിടെയാണ് ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറക്കപ്പെട്ടിട്ടുള്ളത്. കാലത്തിൻ്റെ മാറ്റങ്ങൾ കടൽ കടത്തിയ ആ യുവാവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറമാടിയിട്ടുള്ളത് ഇവിടെയാണ്. അഥവാ ഇവിടെ ജിബ്രാനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറഞ്ഞുപോയത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതായത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളികളെല്ലാം ആണ്ടുപോയത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരികളെല്ലാം ഇല്ലാതെയായത്. ഈ ശ്മശാനങ്ങൾക്കിടയിൽ പൈൻമരങ്ങളും അതുപോലെ തന്നെ സൊഫ്സോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലോ മരങ്ങളും വളരുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളും വളരുന്നുണ്ട്. ഈ കബറുകൾക്ക് മുകളിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ, അവളുടെ ഓർമ്മകൾ എല്ലാ ദിവസവും ചിറകട്ടടിക്കുന്നുണ്ട്. അവൾ ഇന്നലെ
ജീവിതത്തിൻ്റെ ചുണ്ടുകൾക്കിടയിലെ ഒരു ഗീതമായിരുന്നു. എന്നാൽ ഇന്നു അവൾ ഭൂമിയുടെ ഉള്ളിലുള്ള ഒരു മറഞ്ഞ രഹസ്യമായി മാറി. പിന്നീട് അദ്ദേഹം അടുത്ത അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനോട് ഒരു സത്യം ചെയ്യുകയാണ്. എൻ്റെ ചങ്ങാതിമാരെ, എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളെ, നിങ്ങളെ സ്നേഹിച്ച യുവതികളെ കൊണ്ട് ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു. ഞാൻ സ്നേഹിച്ച, എൻ്റെ കൽബ് സ്നേഹിച്ച സെൽമയുടെ കബറിന് മുകളിൽ ഒരു പൂച്ചെണ്ടെങ്കിലും നിങ്ങൾ സമർപ്പിക്കണം. കാരണം എത്രയെത്ര പൂച്ചെണ്ടുകളാണ് ആരുമില്ലാത്ത കബറിൻ്റെ മുകളിൽ വെക്കപ്പെട്ട എത്രയെത്ര പൂച്ചെണ്ടുകളാണ്. കാരണം അത് നാളുകളിൽ ഉണങ്ങിപ്പോയ പനിനീർ പുഷ്പങ്ങളുടെ ഇതളുകളിൽ ഉറ്റുവീഴുന്ന മഞ്ഞുതുള്ളികളായി മാറും. അഥവാ നിങ്ങളെല്ലാവരും ആ സിൽമയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവളുടെ കബറിൻ്റെ മുകളിൽ ഒരു പൂച്ചെണ്ട് നിങ്ങൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ 3 ആക്ടിവിറ്റീസാണ്. പ്രധാനമായിട്ടും ഇതേപോലെ തന്നെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഇത് പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നാം വായിച്ചു നോക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മോദിൻ തത്തനാബുൽ കാത്തിബു ഫി ഹാദൻ നസീം. ഈ ലേഖനത്തിൽ എന്താണ് ഇതിൻ്റെ റൈറ്റർ സൂചിപ്പിക്കുന്നത്? ഏത് വിഷയത്തിലാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്? ഇതിൽ പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത് സ്നേഹവും അതുപോലെ തന്നെ നാം സ്നേഹിക്കുന്ന ആൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ, ആ സ്നേഹം തിരിച്ചു കിട്ടാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും അവരുടെ ഓർമ്മകളിലായിട്ട് നാം ജീവിക്കുന്ന, നമ്മുടെ ശിഷ്ടകാലം ജീവിച്ച് തീർക്കുന്നതിനുള്ള പ്രയാസങ്ങളുമാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടുമുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മതാവദാഷ് ഓർ മഷായിൽ ഹൊബി. എപ്പോഴാണ് ജിബ്രാൻ തൻ്റെ സ്നേഹത്തിൻ്റെ ഫീലിങ്സിനെ അറിഞ്ഞു തുടങ്ങുന്നത്? അദ്ദേഹം 18-ാം വയസ്സിലാണ് സ്നേഹത്തെ അറിഞ്ഞു തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, കൈഫ യുഅബ്ബിറുൽ കാതിബു അൻ ശുഊരിഹി ബി അയ്യാമിൽ ഹുബ്ബി വയാലിഹി. എങ്ങനെയാണ് ജിബ്രാൻ ആ ദിവസങ്ങൾ, സ്നേഹത്തിൻ്റെ ദിവസങ്ങളെയും അതിൻ്റെ രാവുകളെയും വിശദീകരിക്കുന്നത്? നാം പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ രാവുകൾ അദ്ദേഹത്തിന് ആദ്യ രാവുകൾ പോലെ, കല്യാണ രാവുകൾ പോലെ കടന്നു പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ ദിവസങ്ങൾ അത് സ്വപ്നങ്ങൾ പോലെ മറഞ്ഞു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ആരാധനയെ അവളാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളെ അദ്ദേഹത്തിന് അവൾ കാണിച്ചു കൊടുത്തു. ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ബൈത്തുകളിലെ ആദ്യ ബൈത്തിനെ അദ്ദേഹത്തിന് അവളാണ് പറഞ്ഞു കൊടുത്തത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന് അതിനെ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ നാലാമത്തെ ചോദ്യം, മാദാ യഖ്സുദുൽ കാതിബു മൻ മിന്ന ലാ യദൂബു ഹനീനൻ ഇലാ തിൽക സഅത്തിൽ ഗരീബ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫിൽ എന്താണ് ഈ ജിബ്രാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ പറയുന്നത്, നമുക്കെല്ലാവർക്കും ഇതേപോലെയുള്ള ഒരു സെൽമയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ അശ്രദ്ധമായ സമയങ്ങളിൽ നമ്മെ ഉണർത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മനോഹരമായ നിമിഷങ്ങൾ നൽകുന്ന ഒരു സുൽമ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അവളുടെ ഓർമ്മകളിലേക്ക് നമ്മളെല്ലാം പോവാൻ ആഗ്രഹിക്കും. അഞ്ചാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ, മാദാ തഅനി ഹാദിഹിൽ ഇബാറ മാ അസ്വാബൽ ഇൻസാനിൽ അവ്വല ഖദ അസ്വാബനി. ആദ്യ മനുഷ്യൻ എത്തിയിട്ടുള്ള ഒരു കാര്യം എനിക്കും എത്തിയിട്ടുണ്ട് എന്ന് പറയൽ കൊണ്ട് ജിബ്രാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഥവാ ആദ്യ മനുഷ്യനായിട്ടുള്ള ആദ്യ നബി അലൈഹി സ്വലാമിന് എത്തിയിട്ടുള്ള, അഥവാ അദ്ദേഹത്തിന് എത്തിയിട്ടുള്ള സ്നേഹം, ഒരു സ്ത്രീയുടെ സ്നേഹം അതെനിക്കും എത്തിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മാദാ കതബൽ കാതിബു അൻ തഹസുരിഹി അല അഅ്വാമിൽ മാദിയതി ഫിൽ ഹുബ്ബി. കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം സ്നേഹത്തിനെക്കുറിച്ച്, അതിൻ്റെ വിഷമത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹം ജിബ്രാൻ എഴുതിയിട്ടുള്ളത്? അദ്ദേഹം ആ പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടം അവളുടെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞു. അദ്ദേഹത്തിന് ആ കുറച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മകളല്ലാതെ ഒന്നും ബാക്കിയായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയവും അവളുടെ കബറും മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ആ കബറാണെങ്കിൽ ഒന്നും വിളിച്ചു പറയുന്നില്ല, എല്ലാം വിളിച്ചു പറയുന്നത് എൻ്റെ ഹൃദയമാണ്. എൻ്റെ ഹൃദയത്തിലുള്ള ദുഃഖങ്ങളെല്ലാം ആ പെന്നിലൂടെ, ആ മഷിയിലൂടെ ഇറങ്ങി ഒഴുകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ആ ഭാഗങ്ങളൊക്കെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കൈഫ യതഹദ്ദസുൽ കാതിബു അൻ അസ്തിഖാഹിൽ മുസ്തശരീന ഫി ബൈതുറൂത്ത് ഹയൽ മഖബറ. മഖബറയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബൈറൂത്തിലുള്ള ചങ്ങാതിമാരോട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആ സനോബർ കാടിനടുത്തുള്ള മഖബറയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദരായിക്കൊണ്ട് വളരെ പതിയെ നടക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സെൽമയുടെ അടുക്കൽ ചെല്ലുമ്പോൾ വളരെ ഭയത്തോടു കൂടെ നിൽക്കണം. നിങ്ങൾ അവൾക്ക് എൻ്റെ സലാം പറയണം. അതുപോലെ തന്നെ അവളുടെ അടുക്കൽ വെച്ചുകൊണ്ട് എന്നെ ഓർമ്മിക്കുകയും അവളുടെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുകയും വേണം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെയാണ് മറക്കപ്പെട്ടത്, ഇവിടെയാണ് മറമാടപ്പെട്ടത് എന്നൊക്കെ നിങ്ങൾ പറയണം എന്നുള്ള ആ പാരഗ്രാഫാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മാദാ യത്ലുബുൽ കാതിബു മിൻ റഫാഖിഹി മുൻദു ശിബ. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനോട് അദ്ദേഹം എന്താണ് ആവശ്യപ്പെടുന്നത്? അദ്ദേഹം അവരെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, സെൽമയുടെ കബറിൻ്റെ മുകളിൽ പോയി ഒരു പൂച്ചെണ്ടെങ്കിലും വെക്കണം എന്ന് പറയുന്ന ആ പാരഗ്രാഫാണ് അതിൻ്റെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹൽ നഹ്ജുൽ കാതിബു
ഫി ഹൊബി മാ സൽമ കറാമ, സൽമ കറാമയോട് കൂടെയുള്ള ജീവിതത്തിൽ ആ സ്നേഹത്തിൽ നമ്മുടെ ജിബ്രാൻ വിജയിക്കുന്നുണ്ടോ? നമുക്കറിയാം ഇതൊരു നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഖലീൽ ജിബ്രാൻ ഈ പ്രണയത്തിൽ വിജയിക്കുന്നില്ല. അതുപോലെ തന്നെ മാഹിയ ഫിത്രത്തു അല്ലത്തി ഖദാഹൽ കാത്തിബു ഫി ഹുബി മാ സൽമ കറാമ, സൽമ കറാമയോട് കൂടെയുള്ള ഈ പാഠഭാഗത്തിൽ എന്തൊരു കാര്യമാണ് കാത്തിബോട് വിശദീകരിക്കുന്നത്? നമുക്ക് ഈ അവസാനത്തെ രണ്ട് ചോദ്യങ്ങളിൽ ആൻസർ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഖലീൽ ജിബ്രാൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആൻസർ കൊടുക്കാം. അഥവാ ഖലീൽ ജിബ്രാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥ, അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന നിലവിലെ സ്ഥിതി, അന്നുണ്ടായിരുന്ന സ്നേഹിക്കുന്ന പെണ്ണിനെ കരസ്ഥമാവാതിരിക്കുക, അതേപോലെ തന്നെ അവൾ മറ്റൊരാളെ നിർബന്ധപൂർവ്വം കല്യാണം കഴിക്കേണ്ട അവസ്ഥ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ വിശദീകരിക്കുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോട് കൂടെ ചേർത്ത് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ രണ്ടാമത്തുള്ളത് ഒരു ജുംല ഉണ്ടാക്കാനുള്ളതാണ്. അതിൽ 10 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞു പോവുക, ഇൻകഥ കഴിഞ്ഞു പോവുക. മറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നടന്നു പോവുക, അതേപോലെ തന്നെ കഴിഞ്ഞു പോവുക എന്നുള്ള അർത്ഥം തന്നെയാണ്. തെമുറു കഴിഞ്ഞു പോവുക എന്നുള്ള അർത്ഥം തന്നെയാണുള്ളത്. അതേപോലെ തന്നെ അല മുസ്മീൻ എന്ന് പറഞ്ഞാൽ ചെവി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലായദൂബു ഹനീനൻ, ഹനീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നവനായ നിലക്ക് ലായദൂബു അവനെന്താകും, ലായദൂബു ഹനീനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നവനായ നിലക്ക് അവനെന്താകും, ഉരുകും. അല ഹൈനി ഓഫലത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധയുടെ അവസ്ഥയിൽ. ഫി റബിയ ഹയാത്തിഹി അവൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലത്തിൽ. അതുബാഖു സറ ഭൂമിയുടെ തട്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സുറൂഫ് ദഹരി കാലത്തിൻ്റെ മാറ്റങ്ങൾ. അജു അതിൻ്റെ അർത്ഥം ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണ്. റുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ള കുറച്ച് പ്രയോഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെയും ജുംലയിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് തമുറുൽ അയ്യാമു കല്ലഹലാം, സ്വപ്നങ്ങൾ പോലെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. തെൻകതിൽ ലയാലി കലാറാസ്, കല്യാണ രാവുകളെ പോലെ രാത്രികളും കഴിഞ്ഞുപോയി. മൻ മിന്നാലായ ദൂബു ഹനീനൻ ഇല, നമ്മളിൽ ആഗ്രഹിച്ചുകൊണ്ട് ഒരുകാത്തവനായിട്ട് ആരാണുള്ളത്? അതൂക്കു ത്വഅമ സിമാറൽ ഖൈരി വശരി, ഷെറിൻ്റെയും ഖൈറിൻ്റെയും പഴങ്ങളെ ഞാൻ രുചിക്കുക. മാ അസോബൽ ഇൻസാനൽ ഔവല കഥ അസോബനി, ആദ്യ മനുഷ്യൻ എത്തിയിട്ടുള്ള ഒന്ന് എനിക്കും എത്തിയിട്ടുണ്ട്. മറത്തിൽ അവാമുൽ മുദിനിമ, ഇരുണ്ട വർഷങ്ങൾ കടന്നുപോയി. തോമിസ തുമ്പി അഖദാമിഹ, അതിൻ്റെ കാൽ കൊണ്ട് അത് മായ്ക്കുന്നതായ നിലക്ക്. റുസൂമ തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങളുടെ ചിത്രങ്ങളെ അത് മായ്ക്കുന്നതായ നിലക്ക്. കൈല തുസ്അജു അഖദാമക്കും, നിങ്ങളുടെ കാലുകൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. റുഫാത്ത് റാഖിദീന തഹ്ത തുബാക്കി സറ, മണ്ണിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നവരുടെ റുഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആസാർ, അവരുടെ ബാക്കിയുള്ള സംഭവങ്ങൾ. അതേപോലെ തന്നെ തവാറത്ത് അമാനിഹി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇവിടെയാണ് മറഞ്ഞിട്ടുള്ളത്. വൻ അഫ്രാഹു, അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതായി. അതേപോലെ തന്നെ വാറ ദുമുഹു, അദ്ദേഹത്തിൻ്റെ കണ്ണുനീറുകൾ ആണ്ടുപോയി. വൽ മഹലത്ത് അബുദ്സാമുഹു, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരികൾ ഇല്ലാതെയായി. 9ാമതായിട്ടുള്ളത് അസ്തഹബിലിക്കും യാ റുഫാ കസിബ, ഓ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് എന്താണ് സത്യം ചെയ്യുന്നു. 10ാമതായിട്ടുള്ളത് തബദ്ദല വഹ്ഷത്തു അയ്യാമിഹി ബിൽ ഉൻസി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയെ ഇണക്കം കൊണ്ട് അവൾ പകരമാക്കി. വസക്കീനത്ത് ലയാലിഹി ബിൽ അൻആം, അദ്ദേഹത്തിൻ്റെ രാവുകളുടെ ശാന്തത, നിശബ്ദതയെ അവൾ രാഗം കൊണ്ട് ഇല്ലാതാക്കി എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്നുള്ളത്. ഇതിൽ നിന്നുള്ള അവസാനത്തെ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. അതിൽ പ്രധാനപ്പെട്ട ഒന്നുമില്ല. ഇതൊക്കെ മിക്സഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ആ ചോദ്യങ്ങളും ആൻസറുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.